നമ്മൾ മനസ്സിലാക്കുക, മൻ സല്ല ഫരീദത്തൻ ഖൽഫ മൻ യുസല്ലി ഫരീദ ഫഹുവ ജായിസ്. ഒരു ഫർള് നിസ്കരിക്കുന്നവന്റെ പിന്നിൽ വേറൊരാള് ഫർള് നിസ്കരിച്ചാൽ അതെന്താണ്? ജായിസാണ്. അതൊക്കെ മനസ്സിലായോ? ഒന്നുകൂടി അത് നമ്മൾ പറയാതെ പോയൊരു വിഷയമാണ്. എന്താ വെച്ചാൽ പള്ളിയിൽ അസ്ർ നിസ്കാരം നടക്കുകയാണ്. ഓക്കെ, പള്ളിയിൽ അസ്ർ നിസ്കാരം നടക്കുകയാണ്. ഞാൻ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരിക. ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ളുഹർ നിസ്കരിച്ചിട്ടില്ല. പള്ളിയിൽ നടക്കണ എന്താണ്? എനിക്കറിയാം പള്ളിയിൽ നടക്കണ എന്താണ്? അസറാണ്. ഓക്കെ, പക്ഷെ എനിക്ക് അസർ നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ എന്ത് നിസ്കരിക്കണം? അസർ നിസ്കരിക്കണമെങ്കിൽ അപ്പൊ ഞാൻ അസർ ജമാഅത്തിന്റെ കൂടെ ളുഹർ നിയ്യത്തോടു കൂടി എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതാണ് എന്ത് പറഞ്ഞത്? മൻ സല്ല ഫരീളത്തൻ ഖൽഫ മൻ യുസല്ലി ഫരീള ഫജായിസ്. മനസ്സിലായില്ലേ? ഒരു ഫർള് നമസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ മറ്റൊരു ഫർള് മഅ്മൂമിന് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ഇവിടെ ഇപ്പം അസറും ളുഹറും ഒന്നും പ്രശ്നമല്ല. ചെറിയൊരു പ്രശ്നം വരും. എവിടെ വെച്ചാല് മഗ്രിബ് ഇശയാണ് നിൽക്കുക. ഉദാഹരണം, ഇശ 4 റക്അത്താണ്. ഞാൻ പള്ളിക്ക് ചെല്ലുമ്പോൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുകയാണ്, തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഞാനോ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. എന്താ ചെയ്യാം? 2 വിധി നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കുക. സഹാബികൾ പഠിപ്പിച്ച 2 വിധിയുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക, മഗ്രിബ് നിയ്യത്ത് വെച്ചിട്ട്. 4 റക്അത്താണ് ആർക്ക് നിസ്കരിക്കാനുള്ളത്? ഇമാമിന് നിസ്കരിക്കാനുള്ളത്. നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. ഒന്ന്, 3 റക്അത്ത് നിങ്ങൾ നമസ്കരിച്ച ശേഷം അത്തഹിയ്യാത്തിലിരിക്കുക. നിങ്ങൾക്ക് 4ാമത്തെ നിസ്കരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് എന്താണുള്ളത്? മഗ്രിബാണ്. മഗ്രിബ് പാടില്ല. 4ാമത്തെ റക്അത്ത് നിങ്ങൾ നിസ്കരിക്കാതെ അത്തഹിയ്യാത്തിൽ ഇരിക്കുക. എന്നിട്ട് അടുത്ത റക്അത്ത് കഴിഞ്ഞ് ഇമാം തിരിച്ചു വന്ന് അത്തഹിയ്യാത്തിൽ ഇരുന്ന് സലാം വീട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സലാം വീട്ടാം. മനസ്സിലല്ലേ പറഞ്ഞേ? എളുപ്പമാണ്, പ്രശ്നമില്ല. അവിടെ ഇരിക്കുക, ഇമാം തിരിച്ചു വന്ന് സലാം വീട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതല്ലെങ്കിൽ 2ാമത്തെ മസ്അല അല്ലെങ്കിൽ 2ാമത്തെ പരിഹാരം, 3 റക്അത്ത് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം സലാം വീട്ടാം. അപ്പൊ ഇമാമുമായി നിങ്ങൾ എന്ത് ചെയ്തു? വേറിട്ടു. സലാം വീട്ടിയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഐഷാന്റെ നിയ്യത്തോടു കൂടി ഇമാമിനെ ജോയിൻ ചെയ്യാം. ഇമാമ് കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, എന്തായിരുന്നാലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് മഗ്രിബും കിട്ടി. 2ാമത്തേനാണ് പണ്ഡിതന്മാർ മുന്തിച്ചിട്ടുള്ളത്. 2ാമത്തെ മനസ്സിലായല്ലോ എന്താ? 3ാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഇമാമിനെ വിടുക, എന്നിട്ട് സലാം വിട്ടുക, എന്നിട്ട് ഇശാന്റെ നിയ്യത്തോടു കൂടി